നിരവധി പോലീസ് കഥാപാത്രങ്ങളിലൂടെ തമിഴകത്തിന്റെ ആക്ഷൻ ഹീറോ ആയി മാറിയ നടനായിരുന്നു വിജയകാന്ത്. വിജയകാന്തിന്റെ ചിത്രങ്ങൾ എടുക്കുമ്പോൾ ആരാധകരുടെ മനസ്സിലേക്ക് ആദ്യം വരിക ആ കാക്കി വേഷങ്ങളായിരിക്കും. 1980കളിലാണ് ആക്ഷൻ ഹീറോ പരിവേഷത്തിലേക്ക് വിജയകാന്ത് ഉയരുന്നത്. 80കളിലും 90കളിലും രജനി കമൽ ദ്വയത്തോടൊപ്പം തന്നെ സൂപ്പർ താര പദവി അലങ്കരിച്ചിരുന്ന നടനായിരുന്നു അദ്ദേഹം. ബോക്സ് ഓഫീസിൽ തുടർച്ചയായി സൂപ്പർ ഹിറ്റുകൾ പിറന്നതോടെ സൂപ്പർ സ്റ്റാർ എന്ന പേരും വിജയകാന്തിന് ആരാധകർ ചാർത്തി നൽകി. കരിയറിലുടനീളം തമിഴ് സിനിമയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച ചുരുക്കം നടന്മാരിൽ ഒരാളായിരുന്നു വിജയകാന്ത്. അദ്ദേഹത്തിന്റെ മിക്ക സിനിമകളും തെലുങ്കിലേക്കും ഹിന്ദിയിലേക്കും മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുരട്ചി കലൈഞ്ചർ എന്നായിരുന്നു ആരാധകർക്കിടയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. നാടിനും കുടുംബത്തിനുമായി എന്ത് ത്യാഗവും ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെയായിരുന്നു ഈ പേര് താരത്തെ തേടിയെത്തിയത്. പിന്നീട് 1991 100ാമത്തെ ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകരൻ പുറത്തിറങ്ങിയതിനു ശേഷമാണ് ക്യാപ്റ്റൻ എന്ന വിളിപ്പേര് ലഭിക്കുന്നത്. ഇന്നും തമിഴിലെ ക്ലാസിക് ചിത്രമായി അറിയപ്പെടുന്ന ചിത്രമാണ് ക്യാപ്റ്റൻ പ്രഭാകരൻ. വീരപ്പന്റെ ജീവിതം കേന്ദ്രീകരിച്ച് ഒരുക്കിയ ചിത്രം 100 ദിവസത്തിലധികമാണ് തിയേറ്ററുകളിൽ നിറഞ്ഞാടിയത്. സത്യമംഗലം കാട്ടിൽ വിഹരിക്കുന്ന വീരഭദ്രൻ എന്ന കൊള്ളക്കാരനെ പിടിക്കാൻ പോകുന്ന IFS ഉദ്യോഗസ്ഥനായാണ് വിജയകാന്ത് ചിത്രത്തിൽ വേഷമിട്ടത്. സംഘടന രംഗങ്ങളിൽ കൃത്യതയും ചടുലതയും പുലർത്തുന്ന വിജയകാന്തിന്റെ മികച്ച ഫൈറ്റുകൾ കൊണ്ട് സമ്പന്നമായ ഈ ചിത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ നാഴികക്കല്ലാണ്. 1952 ഓഗസ്റ്റ് 25 തമിഴ്നാട്ടിലെ മധുരയിലായിരുന്നു വിജയകാന്തിന്റെ ജനനം. വിജയരാജ് അളകസ്വാമി എന്നാണ് യഥാർത്ഥ പേര്. MA കാജ സംവിധാനം ചെയ്ത് 1979 പുറത്തിറങ്ങിയ ഇനിക്കും ഇളമയിലൂടെയായിരുന്നു അഭ്രപാളിയിലേക്കുള്ള രംഗപ്രവേശനം. വില്ലൻ കഥാപാത്രമായി വെള്ളിത്തിരയിലെ അരങ്ങേറ്റം. 1981 പുറത്തിറങ്ങിയ സട്ടം ഒരു ഇരുട്ടറൈ നായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാണിജ്യമൂല്യം ഉയർത്തി. നടൻ വിജയുടെ പിതാവ് SA ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ചിത്രങ്ങളായിരുന്നു തുടക്കകാലത്ത് വിജയകാന്ത് ചെയ്തതിൽ അധികവും. തമിഴ് വാണിജ്യ സിനിമയുടെ ഏത് പാറ്റേണും വഴങ്ങുന്ന നടനായിരുന്നു വിജയകാന്ത്. ആക്ഷനും പ്രണയവും വൈകാരിക രംഗങ്ങളും ഒക്കെയുള്ള സിനിമകളിലൂടെ വിജയകാന്ത് സ്വന്തം ഇടം കണ്ടെത്തി. രജനിയും കമലും നിറഞ്ഞാടിയ കാലത്ത് കട്ടയ്ക്ക് പിടിച്ചു നിന്ന് താരമൂല്യം ഉയർത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. 100ാമത് നാൾ, വൈദേഹി കാത്തിരുന്നാൾ, ഊമൈ വിഴികൾ, പുലൻ വിസാരണை, സത്രിയൻ, കൂലിക്കാരൻ, വീരൻ വേലുത്തമ്പി എന്നിങ്ങനെ 154 ചിത്രങ്ങളിൽ വേഷമിട്ടു. 2010 വിരുദഗിരി എന്ന ചിത്രത്തിലൂടെ സംവിധായക കുപ്പായവും അണിഞ്ഞു. പ്രധാന വേഷത്തിൽ അവസാനമായി എത്തിയ ചിത്രവും ഇത് തന്നെയാണ്. 2015 മകൻ ഷൺമുഖ പാണ്ഡ്യൻ നായകനായി എത്തിയ സകാപ്തം എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലും എത്തിയിരുന്നു. തമിഴകത്തിൽ നടന്മാർ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന പതിവ് വിജയകാന്തും തെറ്റിച്ചില്ല. സിനിമയിലും രാഷ്ട്രീയത്തിലും MGRന്റെ പകരക്കാരനായാണ് വിജയകാന്ത് അറിയപ്പെട്ടിരുന്നത്. സിനിമയിൽ വെന്നിക്കൊടി പാറിച്ചെങ്കിലും രാഷ്ട്രീയത്തിൽ വിജയിക്കാതെ പോയ നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. 2005 സെപ്റ്റംബർ 14 ദേശീയ മുർപോക് ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 234 സീറ്റുകളിൽ മത്സരിച്ചു. എന്നാൽ വിജയകാന്തിന് മാത്രമാണ് ജയിക്കാനായത്. 2011 AIADMKയുമായി സഖ്യമുണ്ടാക്കിയ DMDK 40 സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തി. ഇതിൽ 29 എണ്ണത്തിലും വിജയിച്ചു. 2 തവണയായി വിരുദ്ധാചാലം, ഋഷിവന്ത്യം മണ്ഡലങ്ങളിൽ നിന്ന് നിയമസഭയിലെത്തിയ താരം 2011 മുതൽ 2016 വരെ പ്രതിപക്ഷ നേതാവായും തമിഴ്നാട് നിയമസഭയിൽ നിറഞ്ഞാടി. അതോടെ തമിഴ് രാഷ്ട്രീയത്തിലെ ശക്തനെന്ന് വിളിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് രാഷ്ട്രീയത്തിൽ വെற்றி ഉണ്ടായില്ല. ഇതിനിടെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായി സഖ്യമുണ്ടാക്കിയെങ്കിലും മത്സരിച്ച 14 സീറ്റിലും പരാജയപ്പെട്ടു. എന്നാൽ തോൽവിയിലും പിന്മാറാതെ തുടർന്നും രാഷ്ട്രീയത്തിൽ സജീവമായി നിന്ന താരത്തെ ഇടയ്ക്ക് വന്ന രോഗാവസ്ഥ തളർത്തിയെങ്കിലും അവയെ സധൈര്യം അതിജീവിച്ചു. ഇടയ്ക്ക് പ്രമേഹം മൂലം കാൽവിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. പിന്നീട് കടുത്ത അനാരോഗ്യം മൂലം കുറെ കാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു അദ്ദേഹം. വിജയകാന്തിന്റെ അഭാവത്തിൽ ഭാര്യ പ്രേമലത പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് വന്നു. രോഗാവസ്ഥ മൂർച്ഛിച്ച കാലത്ത് വിജയകാന്ത് കേരളത്തിന് 1 കോടി രൂപ പ്രളയ ഫണ്ടിലേക്ക് നൽകിയതും മറക്കാനാവില്ല. പനി ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മാസമാണ് വിജയകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 23 ദിവസം നീണ്ട ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടെങ്കിലും ന്യൂമോണിയ ബാധിതനായി കഴിഞ്ഞ ദിവസം വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ കഴിയവെയായിരുന്നു മരണം. തമിഴകത്തിന്റെ മണ്ണിലും മനസ്സിലും തന്റേതായ ഇടം എന്നേക്കുമായി നിലനിർത്തിയാണ് താരത്തിന്റെ മടക്കം.